ഗായ്സ്, എല്ലാവർക്കും ചിക്കൻ വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയ്ക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ബ്രെഡ് ഓംപ്ലേറ്റ് ആണ്. അപ്പോൾ അത് കുറച്ച് മസാലകളൊക്കെ ചേർത്തിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. അപ്പോൾ നേരെ വീഡിയോയ്ക്ക് കിടക്കാം. അപ്പോൾ ആദ്യം തന്നെ ഒരു ബ്രെഡ് എടുത്തിട്ട് അതിനെ നടുഭാഗത്ത് കത്തി കൊണ്ട് സ്ക്വയർ ഷേപ്പിൽ കട്ട് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ ഉള്ളിലത്തെ സ്ക്വയർ ഷേപ്പുള്ള ഭാഗം അതും അവിടെ മാറ്റി വയ്ക്കുക. അതിൻ്റെ പുറത്തത്തെ സ്ക്വയർ ഷേപ്പുള്ള ഭാഗവും അവിടെ മാറ്റി വയ്ക്കുക. ബാക്കിയുള്ള ബ്രെഡും അങ്ങനെ സ്ക്വയർ ഷേപ്പിൽ മുറിച്ചിട്ട് പുറം ഭാഗം അവിടെ മാറ്റി വയ്ക്കുക. അപ്പം നമ്മളിത് പുറം ഭാഗമൊക്കെ മുറിച്ചിട്ട് അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഒരു തക്കാളിയും ഒരു സവാളയും വേണം. അത് നന്നായിട്ട് ഫ്രഷ് ആയിട്ടൊന്ന് കഴുകിയിട്ട് അവിടെ മാറ്റി വയ്ക്കുക. എന്നിട്ട് തക്കാളി എടുക്കുക. എന്നിട്ട് അതിൻ്റെ സൈഡ് ഭാഗം വെച്ചാൽ നമുക്ക് അതിൻ്റെ ഉള്ളിലത്തെ മറ്റേ കുരുള്ള ഭാഗമൊന്നും വേണ്ട. അതിൻ്റെ സൈഡ് ഭാഗം നന്നായിട്ടൊന്ന് അരിഞ്ഞിട്ട് അതിൻ്റെ കുനുകുനുകുന എന്ന് അരിയണം. അതുപോലെ തന്നെ സവാളയും അതിൻ്റെ പുറം ഭാഗത്ത് ഒരു കോൺ ഷേപ്പിലൊരു ഭാഗമുണ്ട്. അത് നമുക്ക് ഈ റെസിപ്പിക്ക് വേണ്ട. അത് കാരണം അതും അങ്ങോട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ നമ്മളിപ്പോൾ ആ സവാളയും തക്കാളിയും കുനുകുനാന്ന് അരിഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്ക് വേണ്ടത് മുട്ട വേണം. മുട്ട ആദ്യം ഒരു ബൗളിലേക്ക് പൊട്ടിച്ചിടുക. എന്നിട്ട് പൊട്ടിച്ചിട്ട് കഴിഞ്ഞിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് അതിൽ തക്കാളിയും സവാളയും കുനുകുനാന്ന് അരിഞ്ഞത് അതിലുള്ളിൽ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇപ്പോൾ നമ്മൾ സവാളയും തക്കാളിയൊക്കെ ഇട്ട് കൊടുത്തപ്പോൾ ഇപ്പോൾ ഒരു നല്ലൊരു കളർ വന്നു. ഇനി നമുക്ക് വേണ്ടത് കുറച്ച് പൊടികളാണ്. അത് ഫസ്റ്റ് വേണ്ടത് കുരുമുളക് പൊടിയാണ്. അപ്പോൾ ആദ്യം തന്നെ ആ കുരുമുളക് പൊടി അധികം വേണ്ട, കുറച്ച് മതി. പിന്നെ വേണ്ടത് മഞ്ഞൾപ്പൊടിയാണ്. അത് ഇടുമ്പോൾ അധികം വേണ്ട, അതുപോലെ തന്നെ തുണ്ട് മതി. പിന്നെ നമ്മളിപ്പോൾ എടുത്തത് ഉപ്പാണ്. ഉപ്പ് നിങ്ങൾക്ക് വേണമെങ്കിൽ പൊടി ഇടാം, അല്ലെങ്കിൽ ഉപ്പ് വെള്ളം ഇടാം. അപ്പോൾ ഞാൻ ഇട്ടത് ഉപ്പ് വെള്ളമാണ്. അത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ അതിന് നല്ലൊരു കളറും അതൊക്കെ വന്നു. അപ്പോൾ നമ്മളിതിനെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തു. ഇനി സ്റ്റൗ കത്തിക്കുക. എന്നിട്ട് പാത്രം ഇത് വയ്ക്കുക. എന്നിട്ട് കുറച്ച് നെയ്യ് അല്ലെങ്കിൽ ബട്ടർ ഒന്ന് പരട്ടി കൊടുത്താൽ മതി. ഞാൻ നെയ്യ് ഇട്ടിട്ട് പിന്നെ ചെയ്യേണ്ടത് ബ്രെഡൊന്ന് റോസ്റ്റാക്കി എടുക്കണം. ആ മുറിച്ച് വെച്ചതിൻ്റെ മറ്റേ ആ പുറം ഭാഗം ഒന്ന് ഇതിൽ പാനിലൊന്ന് വെച്ചിട്ട്
ഒന്ന് ടോസ്റ്റ് ആക്കി കൊടുക്കണം. നമ്മൾ ടോസ്റ്റ് ചെയ്യാൻ വയ്ക്കുമ്പോൾ ആദ്യം ഒരു ഭാഗം എടുത്തിട്ട് അത് ടോസ്റ്റ് ചെയ്താൽ മതി. പിന്നെ മറിച്ചിടാൻ പാടില്ല. എന്നുവെച്ചാൽ മറ്റേ ഈ മുട്ടയുടെ മറ്റേ ആ സാധനം ഒഴിച്ച് കഴിഞ്ഞിട്ടാണ് മറിച്ചിടാൻ പാടുള്ളൂ. അപ്പോൾ നമ്മളിപ്പോൾ ഒഴിക്കുകയാണ്. അപ്പോൾ സ്റ്റൗവിൻ്റെ ഗ്യാസ് സിമ്മിലാക്കി വെച്ചിട്ട് വേണം ഒഴിക്കാൻ. അപ്പോൾ നമ്മളിപ്പോൾ ഒഴിച്ചു. അപ്പോൾ നന്നായിട്ടൊന്ന് പരത്തി കൊടുക്കണം ഒഴിക്കുമ്പോൾ. അത് കഴിഞ്ഞിട്ട് പുറത്തേക്ക് പോകാണ്ട് വിധം ഒന്ന് ഒഴിക്കണം. അപ്പോൾ നമ്മൾ മറ്റേ സാധനങ്ങൾ ഒക്കെ അതിലേക്ക് ഒഴിച്ചു. എന്നിട്ട് മറ്റേ നേരത്തെ മുറിച്ച് വെച്ച ഒരു സ്ക്വയർ ഷേപ്പുള്ള ഭാഗം അതിൽ കവർ ചെയ്തിട്ട് ഒന്ന് അമർത്തി കൊടുക്കണം. എന്നിട്ട് ഇതൊന്ന് തിരിച്ച് മറിച്ച് ഒന്നിടണം. അത് കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞാൽ അത് അപ്പോൾ മറിഞ്ഞ് സെറ്റായിട്ടുണ്ടാവും. അപ്പോൾ നമ്മളിത് ഒരു പ്ലേറ്റിലേക്ക് എടുക്കണം. അപ്പോൾ ആ പ്ലേറ്റിലേക്ക് എടുത്ത സാധനം അപ്പോൾ കഴിഞ്ഞു. അപ്പോൾ ഇത്രയുള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.